വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. അന്തസ്രാവി വ്യവസ്ഥയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പീനിയൽ ഗ്രന്ഥി വരെയുള്ളതാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹൈപ്പോതലാമസിനെ കുറിച്ചുമാണ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ടാണ് എന്തിന്റെ സ്ഥാനം? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈപ്പോതലാമസിന്. എവിടെയാണ്? ഹൈപ്പോതലാമസിന് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതിന് എന്തിന്റെ ആകൃതിയാണ്? പയർ വിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് എന്തിന്റെ ആകൃതിയാണ്? പയർ വിത്തിന്റെ ആകൃതിയാണ്. ഇതിനെ വിളിക്കുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥി എന്നാണ്. അപ്പൊ മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താണ്? മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. ഇതിന് പയർ വിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പഠിക്കണം നമ്മൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. എന്താണ്? പ്രൊലാക്റ്റിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. എന്താണ് പ്രൊലാക്റ്റിന്റെ പ്രത്യേകത? മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? പ്രൊലാക്റ്റിൻ. അപ്പൊ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇനി അടുത്തത് സൊമാറ്റോട്രോപിക് ഹോർമോൺ. എന്താണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ. സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്താണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ ഇത് ശരീരത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ്. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് എന്തെന്ന് പറഞ്ഞത്? സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? വാമനത്വം എന്ന് വിളിക്കുന്നു. എന്താണ്? വാമനത്വം. അപ്പോ സൊമാറ്റോട്രോഫിന്റെ അളവ് കുറയാൻ, ഈ സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയെ എന്ത് വിളിക്കുന്നു നമ്മൾ? വാമനത്വം എന്നും. സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ, ഇതിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ നമ്മൾ ഭീമാകാരത്വം എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഭീമാകാരത്വം എന്നും വിളിക്കുന്നു. ഇനി അടുത്തത് ഒരു വളർച്ച ഘട്ടത്തിന് ഒരു കാലുണ്ട് അല്ലെ? ആ വളർച്ചാ ഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, അതുപോലെ തന്നെ താടിയെല്ല്, അതുപോലെ വിരലുകള്, അവിടത്തേക്ക് അസ്ഥികൾ വളരുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? അക്രോമെഗാലി എന്ന് വിളിക്കുന്നു. അതിനെ വിളിക്കുന്നത് അക്രോമെഗാലി എന്നാണ്. അക്രോമെഗാലി. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ മുലപ്പാൽ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്നു അല്ലെ? മുലപ്പാൽ ഉൽപാദനത്തിന് വേണ്ടി സഹായിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ എന്താണ്? വളർച്ചാ ഹോർമോൺ അല്ലെ? സൊമാറ്റോട്രോപിക് ഹോർമോൺ. സൊമാറ്റോട്രോപിക് ഹോർമോൺ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ. ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയെ നമ്മൾ വാമനത്വം എന്നും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ നമ്മൾ ഭീമാകാരത്വം എന്നും, വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയെല്ലും അതുപോലെ തന്നെ വിരലുകളും അല്ലെ, അതുപോലെ മുഖം, അതൊക്കെ അവിടത്തേക്ക് അസ്ഥികൾ വളരുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? അക്രോമെഗലി എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? അക്രോമെഗലി എന്നും വിളിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പ്രൊലാക്റ്റിനെ കുറിച്ച്, അടുത്തത് പറഞ്ഞു സൊമാറ്റോട്രോപിക് ഹോർമോണിനെ കുറിച്ച്. ഇനി അടുത്ത ഒരു എന്താ പറയുന്നത്? ഹോർമോണിന്റെ പേരാണ് ഗൊണാഡോട്രോപിക്. എന്താണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ. എന്താണ് ഗൊണാഡോട്രോപിക് ഹോർമോണിന്റെ പ്രത്യേകത? ഈ ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നു. അപ്പോ
പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ സ്ത്രീകളിൽ അണ്ടാശയത്തിന്റെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. എന്താണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ? ഇനി അടുത്തത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ, പീയൂഷ ഗ്രന്ഥി എന്നൊക്കെ പറയും. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ നായക ഗ്രന്ഥിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിന് പയറുവിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പയറുവിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് പ്രൊലാക്റ്റിൻ, അതുപോലെ സൊമാറ്റോട്രോപിക് ഹോർമോൺ, അടുത്തത് എന്താണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ, അടുത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തുടങ്ങിയവ. അതില് നമ്മുടെ പ്രൊലാക്റ്റിന്റെ പ്രത്യേകത, ആ ഹോർമോണിന്റെ പ്രത്യേകത, അത് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അടുത്തത് സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ പ്രത്യേകത എന്താണ്? ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഈ സൊമാറ്റോട്രോപിക് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരുന്നു? ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ നമ്മൾ വാമനത്വം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുന്നു. ഇനി ഒരു വളർച്ചാ കാലഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം ഉണ്ടായാൽ മുഖം, അതുപോലെ താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ കൂടുതൽ വളരുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മുടെ അക്രോമെഗലി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നു. ഇനി അടുത്തത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെ. അതെന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഹൈപ്പോതലാമസിന് താഴെയായിട്ടാണ് എന്ത്? മസ്തിഷ്കത്തിലെ എന്തിന്റെ സ്ഥാനം? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു. ഇനി ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. എന്തിനെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുപോലെ തന്നെ അന്തസ്രാവി വ്യവസ്ഥയെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നതിനെ വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ന്യൂറോക്രൈൻ ഗ്രന്ഥി. അപ്പൊ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. എന്തൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും.
അപ്പോ ഗർഭാശയം നമ്മുടെ ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. അതായത് ഗർഭപാത്രം സങ്കോചിക്കുന്നതിനും ഗർഭപാത്രത്തിന്റെ സങ്കോചം നടക്കുന്നതിനും അതുപോലെ തന്നെ പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇനി അടുത്തത് എന്താണ്? വാസോപ്രസിൻ ആണ് അല്ലെ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. വാസോപ്രസിൻ എന്തിനെ സഹായിക്കുന്നു? വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിനെ ADH എന്നും വിളിക്കുന്നു. വാസോപ്രസിന്റെ അപരനാമമാണ് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്നറിയപ്പെടുന്നത് ഏതാണ്? ADH എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അപ്പൊ വേനൽക്കാലത്ത് എന്താണ്? വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ എന്താണ്? വേനൽക്കാലത്ത് വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ ADHന്റെ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ അഥവാ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥയെ നമ്മൾ എന്ന് വിളിക്കുന്നു? ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിനെ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഇനി വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് വാസോപ്രസിനെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്നും വിളിക്കുന്നു. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് കാലത്ത് ഇതിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ നമ്മൾ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ എന്താണ്? ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും കൂടെ കഴിഞ്ഞപ്പോ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് തീർന്നു. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. അടുത്തത് പ്രത്യുൽപാദന വ്യവസ്ഥയാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോ ഭ്രൂണം നമ്മുടെ എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരെയാണ്. ഭ്രൂണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രൂണം എൻഡോമെട്രിയത്തിൽ ഭ്രൂണം അറിയാം നിങ്ങൾക്ക്. എൻഡോമെട്രിയം എന്താണ്? ഗർഭാശയ ഭിത്തിയുടെ ഉള്ളിലെ പാളിയാണ്. എന്താണ്? ഗർഭാശയത്തിന്റെ
ഉൾപാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? അപ്പൊ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചാ പഠിക്കണം. ഇപ്പൊ ഗർഭാശയത്തിന്റെ ഉൾപാളിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോമെട്രിയം എന്ന് വിളിക്കുന്നത്. എന്താണ്? എൻഡോമെട്രിയം. ഇപ്പൊ എൻഡോമെട്രിയൽ തിക്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഗർഭാശയ ഭിത്തിയുടെ കട്ടി കൂടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് ചിലരൊക്കെ നമ്മളിപ്പോ സ്കാൻ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിയുന്നുണ്ടാവും. അപ്പൊ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ്. ഈ ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയിലാണ് എന്ത്, അതായത് ആ ഉൾപാളിയായ എൻഡോമെട്രിയത്തിലാണ് ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്നത്. എന്താണ്? ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്നത്. ആ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തെ നമ്മൾ പ്ലാസന്റ എന്ന് വിളിക്കുന്നു. ഭ്രൂണം പറ്റിച്ചേർന്ന് എൻഡോമെട്രിയത്തില് അല്ലെ, ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? പ്ലാസന്റ എന്നാ വിളിക്കുക. ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഈ ഭ്രൂണത്തിന് ആവശ്യമായ എന്തൊക്കെ വേണം? ഓക്സിജൻ ആവശ്യമാണ്, അതുപോലെ തന്നെ പോഷക ഘടകങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ? ഈ പോഷക ഘടകങ്ങളൊക്കെ കിട്ടുന്നത് ഏതിൽ കൂടെയാണ്? പ്ലാസന്റയിൽ കൂടെയാണ്. ഏതിൽ കൂടെ ലഭിക്കുന്നു? പ്ലാസന്റയിൽ കൂടെ ലഭിക്കുന്നു. ഈ പ്ലാസന്റയെയാണ് നമ്മള് മറുപിള്ള എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലാസന്റ എന്ന് പറയുന്നതും മറുപിള്ള എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചാ പഠിക്കണേ. പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? എൻഡോമെട്രിയം എന്ന് പറയുന്നു. ഈ എന്താ പറയുന്നത്, എൻഡോമെട്രിയത്തില് ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തെ നമ്മൾ പ്ലാസന്റ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ഭ്രൂണത്തിൽ എത്തുന്നത് പ്ലാസന്റ അഥവാ മറുപിള്ള വഴിയാണ്. നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾ കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൊക്കിൾ കൊടി എന്ന് വിളിക്കുന്നു. എന്താണ്? പൊക്കിൾ കൊടിയാണ് കേട്ടോ. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തില് കൃത്യമായിട്ടുള്ള ഗർഭകാലം എന്ന് പറയുന്നത് 270 മുതൽ 280 വരെയുള്ള ദിവസമാണ്. CRT പുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 270, 280 ദിവസം കൊണ്ട് നമ്മൾ ഒരു മനുഷ്യന്റെ ഗർഭകാലം എന്ന് പറയുന്നു. ഇത് എന്താ പറയുന്നത്, നവജാത ശിശു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 3.5 കിലോ വരെ, ഒരു 3.5 kg വരെ നവജാത ശിശുവിന്റെ ശരാശരി ഭാരം പറയുന്നു. എന്താണ് ശരാശരി ഭാരം? 3 മുതൽ 3.5 വരെയാകാം എന്ത് പറയുന്നത്, ഭാരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മള് എന്താ പറയുന്നത്, വൈറ്റമിൻ ഇ, നമ്മൾ വൈറ്റമിൻസ് പഠിച്ചിട്ടുണ്ട്. ഈ വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമാണ് എന്തുണ്ടാകുന്നത്? വന്ധ്യത എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നത്. വന്ധ്യത ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമാണ്. ഇനി കുട്ടി ജനിച്ചു അല്ലെ, 270, 280 ദിവസത്തും കൊണ്ട് നല്ല ആരോഗ്യവാനായ 3 മുതൽ 3.5 കിലോ വരെയുള്ള ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയില് ആദ്യമായിട്ട് ആ കുട്ടി കുടിക്കേണ്ടത് കൊളസ്ട്രം എന്ന് പറയുന്ന പാലാണ്. എന്താണ് കുടിക്കേണ്ടത്? കൊളസ്ട്രം ആണ്. എന്താ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ജനിച്ചതിന് ശേഷം അമ്മയില് ആദ്യം ഉണ്ടാകുന്ന പാലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളസ്ട്രം എന്ന് വിളിക്കുന്നു. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാരിൽ ആദ്യം ഉണ്ടാകുന്ന പാലിനെ എന്ത് വിളിക്കുന്നു? കൊളസ്ട്രം എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറയാം. പ്രത്യുൽപാദന വ്യവസ്ഥ അല്ലെ, പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തില് പറ്റിച്ചേർന്ന് വളരുന്ന ഭ്രൂണമാണ് അല്ലെ, ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസന്റ. അമ്മയുടെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെയും എന്താ പറയാ, രക്തമൊക്കെ പരസ്പരം കൂടിക്കളരാതെ സഹായിക്കുന്ന ഭാഗം കൂടിയാണ് ഏതെന്ന് പറഞ്ഞാൽ പ്ലാസന്റ എന്ന് പറയുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കളരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസന്റ. ഓക്സിജൻ, പോഷക ഘടകങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ ആ ഭ്രൂണത്തിന് ലഭിക്കുന്നത് പ്ലാസന്റയിലൂടെയാണ്. മറുപിള്ള എന്നും ഇതറിയപ്പെടുന്നു. ഗർഭസ്ഥ ശിശുവിനെ അല്ലെ പ്ലാസന്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾ കൊടിയാണ്.
ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഗർഭകാലയളവ് എന്ന് പറയുന്നത് 270 മുതൽ 280 വരെയാണ്. 3 മുതൽ 3.5 കിലോ വരെയാണ് നവജാത ശിശുവിന്റെ ശരിയായിട്ടുള്ള ഭാരം എന്ന് പറയുന്നത് അല്ലെ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം വന്ധ്യത ഉണ്ടാകുന്നു. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ അമ്മയിൽ ഉണ്ടാകുന്ന പാലാണ് കൊളോസ്ട്രം. ആ കൊളോസ്ട്രം എന്ന് പറയുന്ന പാലാണ് കുട്ടി ആദ്യം കുടിക്കേണ്ടത്. ഇനി അടുത്തത് പുരുഷന്മാരുടെ ലൈംഗിക ഹോർമോൺ ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പുരുഷ ലൈംഗിക ഹോർമോണിനെ വിളിക്കുന്നത് ആൻഡ്രോജൻ എന്നാണ്. പുരുഷ ലൈംഗിക ഹോർമോൺ ഏതാണ്? ആൻഡ്രോജൻ ആണ്. പുരുഷ ലൈംഗിക ഹോർമോണിന്റെ പേര് ആൻഡ്രോജൻ എന്നും. എന്നാൽ സ്ത്രീ ലൈംഗിക ഹോർമോണിനെ വിളിക്കുന്നത്, സ്ത്രീ ലൈംഗിക ഹോർമോൺ ഏതാണ്? ഈസ്ട്രജനുമാണ്. ഈസ്ട്രജൻ. അപ്പൊ പുരുഷ ലൈംഗിക ഹോർമോൺ ആൻഡ്രോജനും സ്ത്രീ ലൈംഗിക ഹോർമോൺ ഏതാണ്? ഈസ്ട്രജനുമാണ്. പുരുഷ ലൈംഗിക ഹോർമോൺ ആൻഡ്രോജനും സ്ത്രീ ലൈംഗിക ഹോർമോൺ ഏതാണ്? ഈസ്ട്രജനുമാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അണ്ടോൽപാദനം, അതുപോലെ തന്നെ സ്ത്രീകളുടെ സവിശേഷതകൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഈസ്ട്രോജൻ ആണ്. എന്തിനാണ്? അണ്ടം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിനെയും അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് സ്ത്രീകളുടെ സവിശേഷതകൾ, സ്ത്രീകളുടെ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, ആ സ്ത്രീ സവിശേഷതകളെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രോജൻ ആണ്. ഏതാണ്? ഈസ്ട്രോജൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ബീജ ഉൽപാദനം. എന്താണ്? ബീജ ഉൽപാദനം അതുപോലെ തന്നെ പുരുഷന്മാരുടെ സവിശേഷതകൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ഏതായിരിക്കും? ആൻഡ്രോജൻ ആയിരിക്കും. എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതായിരിക്കും? ആൻഡ്രോജൻ ആയിരിക്കും. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ, വൃഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. പുരുഷന്മാരിലെ രോമ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഇതാണ്. പുരുഷന്മാരിലെ രോമ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. പുരുഷന്മാരിലെ രോമ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇനി ഗർഭാശയത്തിന്റെ വളർച്ചയ്ക്ക് എന്താണ്? ഗർഭാശയത്തിന്റെ വളർച്ച, അതുപോലെ തന്നെ ഗർഭധാരണം, അതുപോലെ തന്നെ ഭ്രൂണത്തെ നിലനിർത്താൻ എന്നിവയെ സഹായിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഭ്രൂണത്തെ നിലനിർത്താൻ ഒക്കെ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ പ്രൊജസ്റ്റിറോൺ ആണെന്ന് പറയും. എന്താണ്? പ്രൊജസ്റ്റിറോൺ ആണ്. ഇവയൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്റ്റിറോൺ ആണ്. ഏതാണ്? പ്രൊജസ്റ്റിറോൺ ആണ് കേട്ടോ. അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന അണ്ടം. അപ്പൊ വൃഷണം ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ പുരുഷന്മാരുടെ രോമ വളർച്ചയൊക്കെ സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃഷണങ്ങളാണെങ്കിൽ ഗർഭാശയം, ഗർഭധാരണം, ഭ്രൂണം നിലനിർത്തുക തുടങ്ങിയവയെ സഹായിക്കുന്ന അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്റ്റിറോൺ ഹോർമോൺ ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പുരുഷന്മാരിലെ വന്ധീകരണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പുരുഷന്മാരിലെ വന്ധീകരണത്തെ നമ്മൾ വിളിക്കുന്നത് വാസക്ടമി എന്നാണ്. പുരുഷ വന്ധീകരണത്തെ വാസക്ടമി എന്ന് വിളിക്കുന്നു. എന്താണ്? വാസക്ടമി. സ്ത്രീകളിലെ വന്ധീകരണത്തെ നമ്മൾ വിളിക്കുന്നത് ട്യൂബക്ടമി എന്നാണ്. എന്താണ്? ട്യൂബക്ടമി. അപ്പൊ പുരുഷന്മാരിലെ വന്ധീകരണത്തെ നമ്മൾ വാസക്ടമി എന്നും സ്ത്രീകളിലെ വന്ധീകരണത്തെ നമ്മൾ ട്യൂബക്ടമി എന്നും വിളിക്കുന്നു. അപ്പൊ പുരുഷ ലൈംഗിക ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് വിളിക്കുന്നത്. സ്ത്രീ ലൈംഗിക ഹോർമോൺ ആണ് ഈസ്ട്രോജൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ഇനി ബീജോൽപാദനം, പുരുഷന്മാരുടെ സവിശേഷതകൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ആൻഡ്രോജനും, അണ്ടോൽപാദനം, സ്ത്രീ സവിശേഷതകൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജനുമാണ് എന്ന് പറഞ്ഞു. ഇനി വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏതാന്ന് പറഞ്ഞു? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞു. അതാണ് പുരുഷന്മാരിലെ രോമ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ.
ഇനി അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞു. അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞു. പ്രൊജസ്റ്റിറോണിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഗർഭാശയ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഗർഭധാരണത്തിനും ഭ്രൂണത്തെ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത് ഏതാണ്? പ്രൊജസ്റ്റിറോൺ. അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ പ്രൊജസ്റ്റിറോൺ ആണ്. പുരുഷന്മാരിലെ വന്ധീകരണത്തെ വാസക്ടമി എന്നും സ്ത്രീകളിലെ വന്ധീകരണത്തെ ട്യൂബക്ടമി എന്നും വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മള് പ്രത്യുൽപാദന വ്യവസ്ഥ, അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്, കൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തുടങ്ങിയ കാര്യത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാൻ നമ്മൾ മാത്സിന്റെ ക്ലാസ് ഒക്കെ കൂടുതൽ ഇനിയിപ്പോ ഈ സയൻസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ മാത്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ 100 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ് തീരും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും SCRTയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാം കേട്ടോ. അപ്പൊ എല്ലാവരും പഠിക്കുക നന്നായിട്ട്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.